നേതാക്കൾ. ശ്രീ വസന്ത് തെങ്ങമ്പള്ളി, ഇനി എന്ത് പ്രതീക്ഷിക്കണം ഈ ഇന്ത്യ മുന്നണിയിൽ നിന്ന്? ഇപ്പോൾ തന്നെ തകർന്നു എന്ന് തന്നെ പറയേണ്ട ഒരു സമയം ആയിരിക്കുകയാണ്. ഇനി ഇതിൽ നിന്ന് എങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരാൻ പറ്റും? സീറ്റ് ഷെയറിംഗ് എന്നുള്ള കാര്യം മുന്നണിയിലില്ല. ശ്രീ മഞ്ജുഷ്, കോൺഗ്രസിന്റെ എല്ലാ മുന്നണി സംവിധാനങ്ങളും, അത് UP ആവട്ടെ, ഇപ്പൊ കേരളത്തിൽ UDF ആവട്ടെ, ഇതൊക്കെ കുറെ കൂടെ ജനാധിപത്യപരമായിട്ടുള്ള ഒരു സംവിധാനങ്ങളാണ് എല്ലാ കാലത്തും. സ്വാഭാവികമായും അതിൻ്റെതായിട്ടുള്ള മുറുമുറുപ്പുകൾ, അത് വെളിയിലേക്ക് കുറച്ച് മുഴക്കത്തിൽ കേൾക്കുക എന്നുള്ളതൊക്കെ എല്ലാ കാലത്തുമുണ്ട്. അത് UP 1-ലുണ്ട്, UP 2-ലുണ്ട്, UDF-ലുണ്ട്. അതിനുശേഷം ഭരണം നഷ്ടപ്പെട്ട ശേഷം അവശേഷിച്ച UPA-യിലുണ്ട്. അതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇന്ന് കോൺഗ്രസിന്റെ നിലപാട്, കോൺഗ്രസിന്റെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ അദ്ദേഹം ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്ത്യ മുന്നണിയിൽ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ഇപ്പോഴും ഇന്ത്യ മുന്നണിക്ക് പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങളൊന്നും അതിന്റെ ഉള്ളിലുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇപ്പം നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ മമതാ ബാനർജിയെ സംബന്ധിച്ച് അവർക്ക് ബംഗാളിലെ മാത്രം പൊളിറ്റിക്സിനെ പറ്റി ചിന്തിച്ചാൽ മതി. നിതീഷ് കുമാറിനെ സംബന്ധിച്ച് ബീഹാറിലേക്ക് മാത്രം ചിന്ത ഒതുക്കിയാൽ മാത്രം മതി. അതിനപ്പുറത്തേക്കുള്ള സംസ്ഥാനങ്ങളിലെ പൊളിറ്റിക്സ് അവരെ ബോധർ ചെയ്യിപ്പിക്കുന്നില്ല. ആം ആദ്മി പാർട്ടി ആവട്ടെ, അവർക്ക് ഡൽഹിയും പഞ്ചാബിനും അപ്പുറത്ത് രാഷ്ട്രീയമില്ല. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു നാഷണൽ വൈഡ് ഒരു നാഷണൽ പാർട്ടി എന്നുള്ള നിലയിൽ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഒരു നേഷൻ വൈഡ് ആസ്പെക്ട് ഉണ്ടാവും. അത് സ്വാഭാവികമായി അങ്ങനെ എടുത്തേ മതിയാവും. ഇന്ത്യ മുന്നണി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ആ മുന്നണിയിലുള്ള സഖ്യകക്ഷികളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് 100% ആത്മാർത്ഥമായാണ് കോൺഗ്രസ് ഇടപെട്ടത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. അതുകൊണ്ടാണല്ലോ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ഒരു ചോദ്യം സ്വാഭാവികമായും മാധ്യമങ്ങളടക്കം ചോദിച്ചപ്പോ ഞങ്ങൾക്ക് അതിലൊരു സേ ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവകാശവാദവുമില്ല, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇന്ത്യ മുന്നണിയിലെ മറ്റാരായാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ള നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. വസന്ത്, മത്സരിക്കാതിരിക്കാൻ കോൺഗ്രസിന് പറ്റുമോ? ഇപ്പോൾ ബംഗാളിൽ മമതാ ബാനർജി എല്ലാ സീറ്റുകളിലും മത്സരിക്കുമ്പോൾ, തൃണമൂൽ കോൺഗ്രസ് എല്ലാ സീറ്റുകളിലും മത്സരിക്കുമ്പോൾ കോൺഗ്രസിന് മത്സരിക്കാതെ മാറി നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, അങ്ങനെ സംഭവിക്കില്ലല്ലോ എന്തായാലും. അപ്പോൾ വോട്ടുകൾ വിഘടിച്ചു പോകുന്ന ഒരു സാധാരണ പ്രക്രിയയിലേക്ക് കാര്യങ്ങൾ പോകും. അതായത് BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കും. അതല്ലേ സംഭവിക്കാൻ പോകുന്നത്. അവിടെ കോൺഗ്രസും CPM-ഉമായുള്ള ഒരു ധാരണ വരും ബംഗാളിൽ. പക്ഷേ എങ്കിലും തൃണമൂൽ വിഘടിച്ച് നിൽക്കുകയാണ്, ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അപ്പോഴും സ്വാഭാവികമായിട്ടും വോട്ടുകൾ ഭിന്നിക്കും. അപ്പോൾ ആർക്കാണ് ഗുണം? BJP-ക്കാണ് ഗുണം. അല്ല ശ്രീ മഞ്ജുഷ്, അവിടെയാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇപ്പൊ ബംഗാളിൽ നമുക്ക് 2 സീറ്റുകൾ. ഒന്ന് അധിർ രഞ്ജൻ ചൗധരിയുടെ, അദ്ദേഹം കോൺഗ്രസിന്റെ പാർലമെന്ററി നേതാവാണ്. അദ്ദേഹത്തിന്റെയും മറ്റൊരു സീറ്റും മാത്രമാണ് ഇവർ തരാൻ തയ്യാറാവുന്നത് എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ അതിൽ തയ്യാറില്ല. ഞാൻ പറയട്ടെ, അവിടെ ഞങ്ങൾ എല്ലാ രീതിയിലുള്ള നീക്കുപോക്കുകൾക്കും തയ്യാറാണ്. ഇപ്പോഴും ബംഗാളിൽ മമതയുമായി ചേർന്ന് പോകാൻ സാധിക്കും, ആം ആദ്മി പാർട്ടിയുമായി ഒരു സെറ്റിൽമെന്റൽ ടോക്കിലേക്ക് എത്താൻ പറ്റുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം കോൺഗ്രസ് ഹൈക്കമാൻഡിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശ്രീ KC വേണുഗോപാൽ അത് വ്യക്തമാക്കിയിരിക്കുന്നത്. പിന്നെ അങ്ങയുടെ ചോദ്യം, കോൺഗ്രസിന് മത്സരിക്കാതിരിക്കാൻ സാധിക്കുമോ? ഇപ്പൊ കോൺഗ്രസ് വേഴ്സസ് തൃണമൂൽ എന്നുള്ളിടത്ത് ഉറപ്പായും ഇപ്പൊ സെറ്റിൽമെന്റ് നടക്കുന്നില്ലെങ്കിൽ കോൺഗ്രസ് മത്സരിക്കും. കോൺഗ്രസ് വേഴ്സസ് BJP ലെസ് പാർട്ടി, അത് ഏത് പാർട്ടിയാണെങ്കിലും സ്വാഭാവികമായും കോൺഗ്രസ് മത്സരിക്കും. പക്ഷേ 2024 ഒരു പ്രത്യേക സാഹചര്യം പരിഗണിച്ചുകൊണ്ട് കോൺഗ്രസ് BJP ഒന്നാം കക്ഷി അല്ലെങ്കിൽ രണ്ടാം കക്ഷിയായി വരുന്നിടത്ത് കോൺഗ്രസ് മാറി നിന്നാൽ അവിടെ BJP ഇതര കക്ഷി ജയിക്കുമെങ്കിൽ ആ സെറ്റിൽമെന്റിലേക്കും ഒരുപക്ഷെ കോൺഗ്രസ് പോകാൻ തയ്യാറാണ് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഏറെക്കുറെ അത് തന്നെയാണ് ഞങ്ങളുടെ ഡിസിഷനും. അത് ഞങ്ങൾ വ്യക്തമാക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് BJP-യുടെ എണ്ണം കുറയ്ക്കുക, BJP കാൻഡിഡേറ്റുകൾ പാർലമെന്റിൽ എത്തുന്നതിന്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ്. ശ്രീ വസന്ത്, അവിടെ സംസ്ഥാന ഘടകങ്ങളുണ്ട്. അവർ അതിന് സമ്മതിക്കുമോ? അവരുടെ സമ്മതമില്ലാതെ AICC-ക്ക് ചുമ്മാ ഒരു തീരുമാനമെടുത്താൽ പോരല്ലോ. സംസ്ഥാന ഘടകങ്ങളാണ് ഓരോയിടത്തും വിഷയമുണ്ടാക്കുന്നത്. അല്ലല്ലോ, അവിടെയാണ് അങ്ങേക്ക് അറിയാമല്ലോ, അധിർ രഞ്ജൻ ചൗധരിയും മമതാ ബാനർജിയുമായിട്ടുള്ള ഫൈറ്റ് ഇന്നും ഇന്നലെ തുടങ്ങിയല്ല. അവർ യൂത്ത് കോൺഗ്രസിൽ ഉണ്ടായിരുന്ന കാലം തൊട്ടുള്ള ഫൈറ്റാണ്. അതാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ മമതയ്ക്ക് ഒരു പരിധിവരെ ചില സെറ്റിൽമെന്റുകളിലേക്ക് വരാൻ സാധിക്കാത്തത്. പക്ഷെ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് 2024 BJP-യുടെ എണ്ണത്തെ കുറയ്ക്കുക എന്നുള്ളതാണ് പ്രഥമ ലക്ഷ്യം എന്ന് പ്ലീനറി സമ്മേളനത്തിലും വർക്കിംഗ് കമ്മിറ്റിയിലും ഒക്കെ മല്ലികാർജുന ഖാർഗെ അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് തന്നെയായിരിക്കും പ്രഖ്യാപന നയം എന്ന ഈ സംശയമൊന്നും വേണ്ട. അതില് സംസ്ഥാന കമ്മിറ്റികൾ, സംസ്ഥാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ അവരെ കൂടെ വിശ്വാസത്തിലെടുക്കും. പക്ഷേ അവരുടെ പിടിവാശികൾ അനാവശ്യ പിടിവാശികളാണെങ്കിൽ അത് ഈ തവണ കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്റർടൈൻ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരി.